ഈ ടിയോ ജിഡിയോ ഞങ്ങളെ ആദിവാസികൾ കൊന്നുകൊണ്ടിരിക്കുക. കാരണം ഇതുപോലെ കള്ളത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നു, കള്ളത്തരമേ കാണിക്കുന്നത്. അതിന് കൂത്ത് നിൽക്കുന്ന എസ് ടി പ്രമോട്ടർമാർ അവർ ഇത് കൂത്ത് നിൽക്കുക. അല്ലെങ്കിൽ അവർ കാണിക്കുന്ന സാധാരണ നമ്മൾ ആൾക്കാർ അത് ചെയ്യുന്ന ശരിയല്ല. ഒരാൾ പ്രതികരിച്ചാൽ മതി. ഒരു പ്രമോട്ടർമാരെ പ്രതികരിച്ചാൽ ബാക്കി മൊത്തം പ്രമോട്ടർമാർ പ്രതികരിക്കും. മിഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം റാന്നി ട്രൈബൽ ഓഫീസിൽ വെച്ച് അടിച്ചിപ്പുഴ ആദിവാസി ഊരിൽ താമസിക്കുന്ന ഒരു ആദിവാസി യുവാവായ ബാലചന്ദ്രന് ഉണ്ടായ അനുഭവം അദ്ദേഹം നമ്മളോട് പറയുന്നത് നമ്മൾ കേൾക്കാം. എൻ്റെ പേര് ബാലചന്ദ്രനാണ്. ഞാൻ അടിച്ചിപ്പുഴ താമസിക്കുന്നത്. എനിക്ക് കഴിഞ്ഞ ഒരു കൂട്ടം കൂടി പാസ്സാക്കി ഒരു മിഷൻ ബാധ അനുവദിച്ചു റാന്നി ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിന്. അത് ഞങ്ങൾക്ക് വിതരണം ചെയ്തപ്പോൾ ഞാൻ ചെന്നപ്പം പത്രമൊക്കെ ഞാൻ മേടിച്ചായിരുന്നു. 200 പത്രം മേടിച്ചാൽ വെച്ചത്. അവർ 13 ദിവസം ആ പത്രം വെച്ചിട്ട് അത് ഒന്നും എഴുതിയില്ല. എഴുതാത്ത കാരണം ഞങ്ങൾ രാവിലെ ചെന്നപ്പം വിഷയം കൊടുക്കുന്ന വിതരണം ചെയ്യുന്നു. 20 പേരുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ ആൾക്കാരും ചെയ്തു. രാവിലെ ബെമോട്ടസ് എന്നൊരു ഉപ്പുതാൻ കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് എഴുതി ചേർക്കാത്ത എന്താണെന്ന് ചോദിച്ചപ്പം ആ പുള്ളിക്കാരൻ പറഞ്ഞു നിങ്ങൾക്ക് മിഷൻ പാൽ എഴുതി തരാമെന്ന് പറഞ്ഞു, ചേർക്കാമെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് മിഷൻ പാൽ മേടിക്കാൻ ചെയ്യുന്നു. സ്വയം തൊഴിലിന് വേണ്ടിയാണ് മിഷൻ പാൽ അനുവദിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് സ്വയം പണി ചെയ്ത് ജീവിക്കാൻ വേണ്ടിയാണ്. അപ്പം ചെന്നപ്പോഴത്തേന് കഴിഞ്ഞ മുമ്പത്തെ പശു ഊരുത്തം കൂടി 462 വലിയ മിഷൻ പാലാണ് ഞങ്ങൾക്ക് എല്ലാം വിതരണം ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർക്ക് പണി ചെയ്ത് ജീവിക്കാൻ പറ്റും. രാവിലെ പണിക്ക് പോയ വൈകുന്നേരം വഴി വാളത്ത് പണിയാൻ പറ്റത്തുള്ളൂ. ഈ ബേക്ക് അതേപോലെ ഈ ബേക്ക് കഴിഞ്ഞപ്പം കുഞ്ഞു വാളാണ് ഞങ്ങൾക്ക് വന്നത്. 380 കൊച്ചു വാളാണ്. അപ്പോൾ ആ വാള് ഞാൻ സാറിന് ചോദിച്ചു, സാർ ഈ വാള് ഞങ്ങൾക്ക് പോയാൽ പണിയാൻ പറ്റത്തില്ലല്ലോ, എന്തുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വാള് തരത്തില്ലയോ എന്ന് ചോദിച്ചു. ചോദിച്ചപ്പോഴത്തേക്ക് ആ പുള്ളി പറഞ്ഞു ഇത് ചുമ്മാ കിട്ടുന്ന സാധനമല്ലേ, നിങ്ങൾക്ക് കിട്ടിയാൽ പോലെ അത് കൊണ്ടുപോയാൽ പോലെ എന്ന് ചോദിച്ചു. ഞാനും ആ സാധാരണ പറഞ്ഞു. സാറ് പറഞ്ഞു എൻ്റെ കുറച്ച് അപേക്ഷ മൊത്തം തിരിച്ചെത്തി തന്നിട്ട് പറഞ്ഞു ഇത് തനിക്ക് തരാൻ പറ്റില്ല, തനിക്ക് മേടിക്കാൻ പറ്റും, വേറെ ആൾക്ക് മേടിച്ചോളാൻ പറഞ്ഞു. അപേക്ഷയ്ക്ക് തിരിച്ചു തന്നു. അത് ഞാൻ അന്നപ്പം തന്നെ പത്തനംതിട്ട കളക്ടർ ഓഫീസിൽ ചെന്ന് സാറില്ലായിരുന്നു, അഡീഷണൽ കളക്ടർ സാറിന് കൊടുത്ത് ഞാൻ പരാതി കൊടുത്തായിരുന്നു. പരാതി കൊടുത്ത് ബാബു എനിക്ക് പരാതി തിരിച്ചു തന്നു കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അതുകൊണ്ട് വീണ്ടും റാന്നി ഓഫീസ് വന്ന് സാറിനെ കൊടുത്തു, തീയതിക്ക് കൊടുത്തപ്പോൾ പുള്ളി പറഞ്ഞു തനിക്ക് നല്ല വാൾ തരാം, 2 ആഴ്ചക്കുള്ളിൽ നല്ല വാൾ തന്നേക്കാം, വലിയ വാൾ ഇയാൾക്ക് തന്നേക്കാം, വിഷയമൊന്നും ഉണ്ടാക്കണ്ട, ഇയാൾ പൊക്കും എന്ന് പറഞ്ഞു. അത് പറഞ്ഞു. അപ്പം ഞാൻ അത് കേട്ടുകൊണ്ട് എനിക്ക് മാത്രം വിഷയം ഉണ്ടാക്കുന്നത് ഞാൻ തിരിച്ച് ഇങ്ങനെ പോകുന്നു. അതിന് വലിയ വാൾ തരാമെന്ന് പുള്ളി പറയുകയും ചെയ്തു. എന്നിട്ട് ഞാൻ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിനെ വിളിച്ചിട്ട് വെച്ച് വാൾ വിളിച്ചു പോകാൻ പറഞ്ഞു. അപ്പോൾ ഇതാരാ പറഞ്ഞത്? ഓഫീസിലെ TDO ഡിസ്ട്രിക്ട് ഓഫീസറാണോ അതോ അല്ലാത്ത ട്രൈബൽ ഓഫീസറാണോ? ട്രൈബൽ ഓഫീസർ. ഇത് ട്രൈബൽ ഓഫീസറാണ് പറഞ്ഞത്. അതെ. പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്നപ്പം ഞാൻ പണിയാന്ന് പറഞ്ഞു. അപ്പം എന്ന് പറഞ്ഞു നിങ്ങൾ വീട്ടിൽ ആരെങ്കിലും പറഞ്ഞു വിട്ടാൽ മതി, സാധനം കൊടുത്ത് വിട്ടേക്കാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ വീട്ടിൽ കുഞ്ഞിനെ വിളിച്ച് കഴിഞ്ഞാൽ മുൻചെന്ന് മേടിക്കാൻ പറഞ്ഞു. അവൻ ചെന്നപ്പോൾ ആ പഴയ വാൾ തന്നെ തരാമെന്ന് പറഞ്ഞ പഴയ വാളിനെ സാറ് കൊടുത്തു വിട്ടു. അപ്പം ഞാൻ തന്നപ്പോൾ ഈ കുഞ്ഞു വാളാണ് ഇത് തന്ന ഈ വാൾ തന്നതിൽ ഇപ്പം ഇത് 2 ആഴ്ചയായി ഇതിന് ചെയ്യുന്നില്ല. ഇതരിക്കുന്ന സാധനമില്ല, ടൂൾസ് ഒന്നുമില്ല. ഈ സാധനം മാത്രം തന്നെ. ഈ ഒരു സാധനവും പിന്നെ തന്നേക്കുന്ന വെച്ചാൽ കമ്പനി കൊടുത്ത് തന്നെ പറഞ്ഞു. ഇതേ ഉള്ളൂ കമ്പനി 470 കമ്പനി ഈ ഒരു സാധനം തന്നിട്ടുണ്ട്. ഇത്ര സാധനമുണ്ട്. ഈ സാധനവും ഞാൻ ഈ വാദം കൊണ്ട് എന്തോ ചെയ്യാൻ പറ്റും, ഇത് അരിക്കാനൊക്കെ ഇത് ചെയ്യുന്നില്ല, ഇത് ഒരു സാധനങ്ങളും തന്നിട്ടില്ല. അത് തന്നെയല്ല, അത് കൂടാതെ ഈ വാളിന് പറഞ്ഞാൽ 21,000 രൂപ. ഞങ്ങൾ സ്ഥിരം ഈ തടിപ്പതികാരനാണ്, എനിക്ക് വാളിൻ്റെ എല്ലാ വിലയും അറിയാം. ഇതിന് 21,000 രൂപ വിലയാണ്. ആ വിലയുള്ള വാളിന് ഇട്ടേക്ക് 460 വലിയ വാളിൻ്റെ വില ഇട്ടേക്കുന്നു 63,880 രൂപ വില ഇട്ടേക്കുന്നത് MRP. അപ്പം ഞാൻ ഈ സാധനം ചോദിച്ചു ഇതെന്താ കാരണമെന്ന്. ഒന്ന് ആ പുള്ളി പറഞ്ഞറിയോ, ഈ കടക്കാരൻ നമ്പർ ഞാൻ ആ കടയെ വിളിച്ചപ്പോൾ കടക്കാരൻ പറഞ്ഞറിയോ ഞങ്ങൾ വലിയ വാളിന് വില ഇട്ടേക്കുന്നത് കാരണം TDO പറഞ്ഞിട്ട് ശേഷമാണ് ഈ വില MRP ഇട്ടേക്കുന്നത്. കാരണം അവർ പറഞ്ഞ കേട്ട് ഞങ്ങൾക്ക് ഇടാതിരിക്കാൻ പറ്റത്തില്ല, അവരൊന്നിച്ചെടുക്കുന്ന. അപ്പോൾ അവർ ചോദിക്കാൻ പറഞ്ഞു ഈ വില ഇരിപ്പിച്ചെന്ന് അവർ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഈ കൊച്ചുവാളിൻ്റെ വില തന്നിട്ട് വലിയ വാളിൻ്റെ വില പൈസ ഇവർ ബില്ല് മാറുന്നത്. അപ്പം ഞങ്ങൾ പറ്റിക്കുമോ? കാരണം ഒരു വാളിന് 21,000 രൂപ വാളിന് 63,000 രൂപ 64,000 രൂപ. അപ്പം ഒരു വാളത്തിന് 40,000 രൂപ അവർക്ക് ലാഭം ചെല്ലും. TDO എല്ലാം അറിയാം. അപ്പോൾ അത് തന്നെ സബ്സിഡി ഉണ്ട് ഈ വാളിന്. ഈ വിലയ്ക്ക് 25,000 രൂപ തിരിച്ച് സബ്സിഡി ഉണ്ട്. ആ സബ്സിഡിയും ഇവർ കഴിച്ചെല്ലും. ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് അനുവദിച്ച് 60,000 രൂപ ഞങ്ങൾ കയ്യിൽ അല്ലെങ്കിൽ ഞങ്ങൾ കടയിൽ വാൾ മേടിക്കാം. വാൾ മേടിക്കും, ഞങ്ങൾക്ക് നല്ല വാൾ നോക്കി മേടിക്കുകയും ചെയ്യും, ഞങ്ങൾക്ക് എല്ലാ സാധനം കിട്ടുകയും ചെയ്യും, ഞങ്ങൾക്ക് സബ്സിഡിയും കിട്ടും. ഇതവർ തരത്തില്ല. അങ്ങനെയുള്ള കവളി പ്രൈവറ്റ് നടത്തുന്ന ഈ റാന്നി TDO ഓഫീസ് നടക്കുന്ന സംഭവം ആരും പ്രതികരിക്കാൻ പറ്റില്ല. പ്രതികരിച്ചാൽ അവർ പറഞ്ഞത് വേറെ കൊണ്ടുപോക്കോ എന്നാണ് പറയുന്നത്. എൻ്റെ അപേക്ഷ മൊത്തം പോയി തിരിച്ചു തന്നു കിട്ടും. ഞാൻ ഇത്രയും ചോദിച്ചത്
അപ്പം അവർ ചെന്ന് എന്ത് സാധനം തന്നാലും അവർ തരുന്ന സാധനം മേടിച്ച് പോക്കോ തിരിച്ചു. അപ്പൊ നമുക്കൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. ചോദിക്കാൻ പറ്റാതെ നിങ്ങൾക്ക് പിന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന അത് വേറെ കൊണ്ടുപോകും, വേണ്ട കളഞ്ഞിട്ട് പോടാതെ ഭീഷണിപ്പെടുത്തുക. അപേക്ഷ തിരിച്ചു തരുവോ? അപേക്ഷ മൊത്തം തിരിച്ചു തന്നു. ഞാൻ അപേക്ഷ മൊത്തം കളക്ടർ ഓഫീസ് ചെന്നു, കളക്ടറിനെ കാണിച്ചു, അഡീഷണൽ കളക്ടറെ കാണിച്ചു, ഡെപ്യൂട്ടി കളക്ടറെ കാണിച്ചു. ഇത് എന്താ എനിക്ക് കൊടുത്ത അപേക്ഷ തിരിച്ചു തന്നു. അതെന്താ കാരണം? അപ്പൊ നമുക്ക് അത്രേ ഉള്ളൂ, നമുക്കൊന്നും പറയാൻ ഒക്കത്തില്ല. ഗുണ്ടായ സംഭവം അത് കാണിക്കുന്നത്. ഓഫീസിൽ ചെന്നാൽ ഗുണ്ടായ കാണിക്കുന്നത്. കാരണം അവര് പറഞ്ഞ കേട്ട് നമ്മൾ പൊക്കോണം, തിരിച്ചൊന്നും പ്രതികരിക്കാൻ ഒക്കത്തില്ല. ഇത് റാന്നിയിലെ ട്രൈബൽ ഓഫീസിലേക്ക് നടക്കുന്ന കാര്യങ്ങളാണ് ഈ സഹോദരൻ പറയുന്നത്. ഇദ്ദേഹം ഇവിടെ അടിച്ചിപ്പുഴ കോളനിയിൽ വസിക്കുന്ന ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന് കിട്ടിയ വാളിൻ്റെ കാര്യമാണ്, അദ്ദേഹത്തിന് കൊടുത്ത ആ ആനുകൂല്യം കൈപ്പറ്റാൻ ചെന്നുകൊണ്ട് നടന്ന അവിടുത്തെ ഓഫീസിനകത്തെ ഗുണ്ടായുസത്തെക്കുറിച്ചാണ് ഇദ്ദേഹം വിശദീകരിക്കുന്നത്. ചെയ്യും. അതുപോലെ തന്നെ എന്റെ കൂട്ടുകാരൻ കിട്ടില്ല, ഞങ്ങൾ ചിലപ്പോൾ ഭാഗം ഈ കാലിക്കുന്ന മെഷീൻ അവന് കൊണ്ടുപോയില്ല, തൊട്ടുപോയില്ല. കാരണം കുഞ്ഞു മെഷീൻ അവിടത്തേക്കുന്നത്, ഈ മെഷീൻ ചെറിയ മെഷീൻ അവിടത്തേക്കുന്നത്. അതിനും 11,000 രൂപ വില ഇത് വലിയ വില 31,000 രൂപ ഇട്ടേക്കുന്നത് MRP. ഇതേത് കടയിൽ നിന്നാണ് വാങ്ങിച്ചത് കൊടുത്ത? സന്ധ്യ എന്ന് പറഞ്ഞ കടയാണ്, പത്മനാഭപുരം. എവിടെയാ കടയുടെ പേരെന്ന് കാണിക്കാമോ? സന്ധ്യ എന്ന് പറഞ്ഞ കടക്കാരാണ്, പത്മനാഭപുരം. ഇതാ കട, ഈ കടയാണ് അവര് പത്തനാപുരം, സന്ധ്യ പത്തനാപുരം. ഈ കടയാണ് ഈ വാളൊക്കെ വിൽക്കുന്ന കടയിൽ നിന്നാണ് ഇവർ ഈ കടയും അവരുമായിട്ട് കോൺടാക്ട് ആയിരിക്കും. നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല. കയറ്റി വരത്തില്ലല്ലോ. ഒരിക്കലും ഈ MRF വില ഇങ്ങനെ നോക്കത്തില്ല. ഈ വില ഇത് ഞങ്ങളെ പറ്റിക്കുക. കാരണം 21,000 രൂപ മെഷീൻ തന്നിട്ട് 63,880 വില ഇട്ടേക്കും. അപ്പൊ ഈ ബാക്കി പൈസ ഇതിന്റെ ഇങ്ങോട്ടേക്കുന്നത് ഇത് തന്നെയല്ല. ഈ ഞങ്ങൾ 10 മെഷീൻ ഭാഗം 10 ഖാദി മെഷീനാണ്. ഈ 20 മെഷീൻ ഇതേ വില ഇട്ടേക്കുന്നത്. ഒന്നാണ് പിന്നെ പോകുന്നത് എല്ലാ മെഷീൻ ഈ വില ഇട്ടേ. അപ്പൊ ഈ വില എന്തിനാ ഇട്ടേ? ഉള്ള വില ഇട്ടാ പോയി. ബില്ല് തരത്തില്ല. ബില്ല് ഞങ്ങൾ ചോദിച്ചാൽ ബില്ല് ഞങ്ങൾക്ക് കാണിക്കത്തില്ല. ബില്ല് ചോദിക്കുമ്പോൾ എന്തോ പറയുന്നത്? ബില്ല് തരത്തില്ല അവര്. അത് ഞങ്ങൾ ഒന്നിച്ചെടുത്തേക്കുന്ന ബില്ല് നിങ്ങൾക്ക് എന്തോന്നാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ അവരോട് പറയാം, ഓഫീസറോട് പറയുകയാണ് ഞങ്ങളൊരു കടയിൽ നിന്ന് സാധനം വാങ്ങിക്കാൻ നിങ്ങൾ പൈസ കൊടുത്താൽ മതിയെന്ന് പറയുമ്പോൾ ആ ഓഫീസർ എന്താ പറയുന്നത്? അവർ ചെയ്തില്ല. അവർ നിങ്ങൾ മേടിക്കത്തില്ല. നിങ്ങൾ നിങ്ങൾ വന്ന് കട നിൽക്കേ, കട നിന്ന് ഞങ്ങൾ സാധനം മേടിക്കും, നിങ്ങൾ പൈസ കൊടുത്ത് ബില്ല് സെറ്റപ്പ് ചെയ്യും. അത് അടുക്കത്തില്ല. കാരണം അവർക്ക് അപ്പോൾ കള്ളത്തം കാണിക്കാൻ ഒക്കത്തില്ല. ഈ 21,000 രൂപ സാധനത്തിന് 65,000 ഞങ്ങൾക്ക് മേടിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആകുമ്പോൾ അത് വിഷയമാവുന്നത്. അതിന് വേണ്ടിയാണ് അവർ ഈ പണി കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് തരുന്ന ഞങ്ങൾ കൊണ്ടുപോക്കോളും, വേണമെങ്കിൽ കൊണ്ടുപോകും, അല്ലെങ്കിൽ വെച്ചിട്ട് പോക്കൂ. അത് താക്ക് കൊടുത്താൽ വീട് അത് പാർസല് എന്നോട് പറഞ്ഞതാ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ചിട്ട് പോക്കൂ, അത് താഴെ വേറെ നാക്ക് കൊടുത്തോളാണ്. അപ്പൊ അത് ഇതല്ലേ കാണിക്കുന്നത്. അപ്പം ഇതാ അവർ നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല, ചോദിക്കാൻ ഒക്കത്തില്ല. കാരണം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് വേറെ കൊണ്ടുപോകാന്നാണ് പറയുന്നത്. അതിന് ഈ റാന്നിയിരിക്കുന്ന ഈ പെമോത്രന്മാർ എല്ലാം പങ്കാം. കാരണം പെമോത്രന്മാർ പോലും പ്രതികരിക്കുന്നില്ല. പറഞ്ഞ സാറേ നല്ല ഈ പെമോത്രം എന്ന് പറഞ്ഞാൽ ST-കളാണ്. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആൾക്കാർ നിൽക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി അവർ സഹായം ചെയ്യണം. ഇത് ഞങ്ങൾ സഹായം അവർ ചെയ്തില്ല. അവര് ഉദ്യോഗസ്ഥന്മാർ ചാഞ്ഞാണ് നിൽക്കുന്നത്. ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ നിങ്ങളോട് ഒരു പിന്നെ മനുഷ്യത്തിലേക്ക് ഇതുമായിട്ട് ഇടപെടുന്നത്, മൃഗങ്ങളെ പോലെ ഇടപെടുന്നത് അല്ലേ? പക്ഷെ അവര് പറഞ്ഞ കേട്ട് നമ്മൾ എന്ത് സാധനം കൈപ്പറ്റി പോയാൽ വിഷയമില്ല. നമ്മൾ എന്തുകൊണ്ട് തിരിച്ചു ചോദിച്ചു പോയെങ്കിൽ അത് വിഷയമാണ്. അപ്പൊ അവർ നമ്മളമാതിരി ഗുണ്ടായ സംഭവം വേന കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇട്ടിട്ട് പോക്കും എന്നും പറഞ്ഞ് ഫയലൊക്കെ വെച്ച് കയറി തരുക. എന്റെ അത്രയാ. ഞാൻ ജാതി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, പിന്നെ പഞ്ചായത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ചു, പിന്നെ എൻ്റെ 200 പത്രം, 2 ഫോട്ടോ, ഇത്ര സാധനം ഞാൻ കൊടുത്തു. 13ാമത്തെ ദിവസം ഞാൻ ഈ സംഭവം മേടിക്കാൻ ചെന്നു. എന്നപ്പോൾ ആ സാധനം തിരിച്ചിട്ട് കൈ തന്നു, കൊണ്ടുപോക്കാൻ പറഞ്ഞു. ഇതാണ് കാണിക്കുന്ന പരിപാടി. ഞാൻ ഇത്രയും സാധനം വെച്ചാൽ പത്രം ചെന്ന് അപേക്ഷ കൊടുക്കാൻ കാണിച്ചു. കൊടുത്ത അപേക്ഷ തിരിച്ചൊരു കാര്യമുണ്ടോ? തിരിച്ചു അതൊന്നും ചോദിക്കാൻ നോക്കുന്നത്. അപ്പം നമ്മൾ എന്ത് പിന്നെ കൈ കെട്ടി മേടിച്ചിട്ട് പൊക്കമാണ്. അതൊന്നും പറഞ്ഞാൽ ഇത് തന്നെ എല്ലാ സംഭവം കാണിക്കുക തന്നെ. ഈ കാര്യം ഇവർ കാണിക്കുന്ന ഈ TDO ഞങ്ങൾ ആദിവാസികൾ കൊന്നുകൊണ്ടിരിക്കുക. കാരണം ഇതുപോലെ കള്ളത്തരം കാണിച്ചുകൊണ്ടിരിക്കുന്നു. കള്ളത്തരമേ കാണിക്കുന്നത്. അതിന് കൂത്ത് നിൽക്കുന്ന ST പെമോത്തന്മാർ അവർ ഇത് കൂത്ത് നിൽക്കുക. അല്ലെങ്കിൽ അവർ കാണിക്കുന്ന സാധാരണ നമ്മൾ ആൾക്കാർ അത് ചെയ്യുന്ന ശരിയല്ല. ഒരാൾ പ്രതികരിച്ചാൽ മതി. ഒരു പെമോത്തന്മാരെ പ്രതികരിച്ചാൽ ബാക്കി മൊത്തം പെമോത്തന്മാർ പ്രതികരിക്കും. പക്ഷെ ഇവരെല്ലാം കണ്ണടയ്ക്കും. കാരണം അവർക്കും പേടിയാണ്, ഈ ഉദ്യോഗസ്ഥന്മാരെ പേടിയാണ്. കാരണം അവരുമായി വല്ലതും പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാരെ പറഞ്ഞ് വീട്ടിൽ വിടും, ജോലിയില്ല. അതുകൊണ്ട് അവർ അനങ്ങാതെ അങ്ങ് കൈ കെട്ടി നിൽക്കുക. അവരൊരു കാര്യം പ്രതികരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും ഉള്ള കാലങ്ങളിൽ ഈ കാണിച്ച രീതി ഈ മിഷ്യന്മാർ ഞങ്ങൾ തന്നെ ആൾക്കാരെ പറ്റിച്ച പോലെ ഇനിയെങ്കിലും മുമ്പോട്ട് ആരെയും പറ്റിക്കില്ല. ഈ ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ പറ്റിക്കാൻ പാടില്ല. ഇവർക്ക് സർക്കാർ ശമ്പളം കൊടുക്കുന്നു. ഞങ്ങളുടെ തലപ്പത്തിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ സർക്കാർ ശമ്പളം കൊടുക്കുന്നുണ്ട്. ആ ശമ്പളം മേടിച്ചാൽ പോലെ അല്ലേ ഇപ്പോൾ ഇവർ ഈ ഞങ്ങൾക്ക് സ്വയം തൊഴിലും തന്നിട്ട് നല്ല സാധ്യത. ഇതിപ്പം എനിക്കിപ്പം ആകെ 5 സെന്റ് വസ്തു ഉള്ളൂ. ഞാൻ താമസിക്കുന്ന 5 സെന്റ് വസ്തു. ഈ 5 സെന്റ് വസ്തു അത് എനിക്ക് ഈ ഭാഗം ഒന്നും ഒരു മരം മുറിക്കാൻ പോലും പറ്റില്ല. കാരണം സ്വന്തമായിട്ട് 10, 15 വസ്തു ഒക്കെ തോട്ടമുള്ള ആൾക്കാർക്ക്, പുകപ്പയുള്ള വിറക് മുറിച്ച് വത്തിക്കാനേ ഇത് കൊള്ളത്തുള്ളൂ, അതിന് തന്നത്തുള്ളൂ. കാരണം ഇത് കഴിഞ്ഞ വേക്ക് നല്ല ഭാഗമാണ്, ഈ വേക്ക് പന്ന ഭാഗം തന്നേക്കുന്നത്. ഇതുകൊണ്ട് ഇത് തീരുമാനം എത്രയും പെട്ടെന്ന് ഇത് കണ്ട എല്ലാ മേലുദ്യോഗസ്ഥന്മാരും ഉണ്ടെങ്കിലും. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ ഇത് മേടിക്കാൻ ചെന്നപ്പോൾ TDO TDO എന്ന് പറഞ്ഞറിയോ,
ഞങ്ങൾ കളക്ടർ ഓഫീസിൽ നിന്ന് ഞങ്ങൾ കമ്മിറ്റി കൂടി പാസ്സാക്കിയ തീരുമാനം ഉണ്ടാക്കി എനിക്ക് വാദം വരുന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ വിഷയം പറയുമ്പോൾ സാർ അറിയുമല്ലോ, സാർ എന്തോന്ന് വന്ന് ഇതിന് വില അല്ലെങ്കിൽ നല്ല സാധനം കൊടുക്കാൻ സാറിനാണ് പറയാത്തത്. മിഷ്യൻ ബാധ കൊടുക്കുന്ന പറ്റും. മിഷ്യൻ ബാധ പല സൈസ് ഉണ്ട്. 210 ഉണ്ട്, 180 ഉണ്ട്, 364 ഉണ്ട്, 380 ഉണ്ട്, 460 ഉണ്ട്, 462 ഉണ്ട്. 460 ഇപ്പം ഇറങ്ങുന്നില്ല, 462 അതിൽ കൊള്ളാൻ ഏറ്റവും നല്ല വാറ് ഇപ്പം ഇറങ്ങുന്ന 462 വാറ. ആ വാറ് ഞങ്ങൾക്ക് തന്നേ വരെ ഞങ്ങൾക്ക് ഇതൊന്നും ഒന്നും പൊക്കത്തില്ല. ഇതിപ്പോൾ ഞാൻ ചുമ്മാ ഇരിക്കുക. ഇപ്പോൾ കിട്ടിട്ട് പോകും 2 ആഴ്ചയായി. ചെയിനില്ല, അരമില്ല. ഇത് കൊണ്ട് ഒരു കമ്പനിനെ ഒരു സാധനം തന്നാൽ, കമ്പനി സാധനം തന്നാൽ ഞങ്ങൾക്ക് ഒരു പാക്കറ്റ് ഒരു മിഷ്യൻ ബാധ ഏത് തലപ്പിൽ മേടിച്ചാലും ഈ വാറ, ഇതിന് ചെയിന്, പിന്നെ ഇത് അരിക്കുന്ന തീയെ ഒരു ഫെയിം, അരം എല്ലാം ഉണ്ടോ. ഇതാ ആദിവാസികളെ പറ്റിക്കുന്നുണ്ടെന്ന് ഇരുന്ന്. ഇനി ഇതിന്റെ ഞങ്ങൾ എത്രയായി മുടക്കണം? ഇത് എത്രയാണ് മുടക്കം? ഇതിനകത്ത് ചെയിൻ മേടിക്കണം, അരം മേടിക്കണം, തീ മേടിക്കണം, ഫെയിം മേടിക്കണം, എല്ലാം ഞങ്ങൾ മേടിക്കാൻ എടുക്കും. ഒരു വാറ തന്നെ കമ്പനിക്കാർ ഇതൊക്കെ കാണിക്കുന്നത്. ചോദിച്ചു ഞാൻ ഇപ്പം ഇന്ന് രാവിലെ വിളിച്ചു. ഞാൻ ഒപ്പിട്ട് കൊടുക്കുന്നു. എന്തോത്തിന് ഞാൻ ചോദിച്ചു ഒപ്പിട്ട് കൊടുക്കുന്നത് ഈ കണക്ക് കാണിക്കണമെന്ന്. കണക്ക് കാണിക്കണം. ഇടയ്ക്ക് ഞാൻ ഇത്ര സാധനം തന്നെ എനിക്ക് ബില്ലുണ്ടാ. എൻ്റെ പത്രത്തിൽ മുദ്രാപത്രത്തിൽ ഞാൻ 200 പത്രം മേടിച്ചു. അതിൽ നിങ്ങൾ എന്തോ ഏത് ചെയ്തിട്ട് അത് എനിക്ക് കാണണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവരിപ്പം തരത്തില്ല. ഇതാണ് സംഭവം നടക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടാണ് ആദിവാസികളുടെ ഉന്നമനത്തിന് വേണ്ടി അനുവദിക്കുന്നത്. പക്ഷേ അവരുടെ കൈകളിൽ എത്തുമ്പോഴേക്കും ഈ ഫണ്ടിൻ്റെ കനം തീരെ കുറഞ്ഞിരിക്കും. ആരെങ്കിലും പ്രതികരിച്ചാൽ ദാനം കിട്ടുന്നതല്ലേ, വേണൽ കൊണ്ടുപോടാ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ അവരെ ഭീഷണിപ്പെടുത്തി അയക്കുകയാണ് സാധാരണ പതിവ്. ഇവർക്ക് വേണ്ടി പ്രതികരിക്കാൻ ആരുമുണ്ടാകുകയില്ല. ഇതാണ് സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ ഇത് മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഉന്നത അധികാരികളുടെ കയ്യിൽ എത്തുന്നതുവരെ ഇത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെയുള്ള വീഡിയോകളായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.